ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അമ്മമാർക്കായിട്ടുള്ളൊരു ടോപ്പിക്കായിട്ടാണ് കേട്ടോ. അതായത് കൂടുതലും അമ്മമാർ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ ഡെലിവറി കഴിഞ്ഞ സമയത്തൊക്കെ പാലില്ലാത്തൊരു സിറ്റുവേഷൻ. സോ എന്താ പറയുക, ഒരുപാട് അതിൻ്റെ പേരിൽ അച്ഛന്മാരാണെങ്കിലും ചില പാർട്ട്നേഴ്സ് മനസ്സിലാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും. പിന്നെ അമ്മായിയമ്മമാരുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ, അവർ പിന്നെ നമ്മളെ എന്ത് കിട്ടിയാലും കുറ്റം പറയാൻ വേണ്ടി ഇരിക്കുന്നവരാണ്. ഒരു പക്ഷം ആൾക്കാരെന്നെയാണ് ഞാൻ പറയുന്നത്. ബാക്കിയുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഇപ്പോൾ നല്ല അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള അമ്മായിയമ്മമാർ ഒരുപാടുണ്ട്. അപ്പോൾ അവർ അമ്മമാരാണെങ്കിൽ തന്നെ ചിലർ നമ്മളതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്ന് ഒട്ടും നിർബന്ധമില്ല. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയും അതുപോലെ തന്നെ നമ്മളതിനെ കുറേ ആൾക്കാരുണ്ടല്ലോ, നാട്ടുകാർ നമ്മളതിനെ കുറ്റം പറയാൻ വേണ്ടി മാത്രം കരാറെടുത്ത് ജീവിക്കുന്ന ആൾക്കാർ. അവരെയൊക്കെ കുറിച്ചല്ല, അവരൊക്കെ പറയുന്നൊരു മെയിൻ പരാതിയാണ് ഇപ്പോൾ പാലുണ്ടോ ഇല്ലയോ എന്നുള്ളത് അമ്മയ്ക്കും കുഞ്ഞിനും മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ ആ ഒരു കാര്യം, പാലില്ല പാലുണ്ട് അങ്ങനെയുള്ളൊരു സംഭവമുള്ളൂ, അതിനെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ വേണ്ടി വരുന്നത്. ഞാൻ ഓൾറെഡി ബ്രസ്റ്റ് ഫീഡിങ് നിർത്തിയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാണാം, യൂസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ. അല്ലാത്തവർക്ക് നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടിന്യൂ ചെയ്തു പോകാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ വീഡിയോയിൽ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് കുറയാനുള്ള, അതായത് ഫീഡ് ഇല്ലാതിരിക്കാനുള്ള കാരണം, ഇപ്പോൾ മിൽക്ക് പ്രൊഡക്ഷൻ ഇല്ലാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സിമ്പിളായിട്ടുള്ള 4 കാരണങ്ങളാണ്. അപ്പോൾ എൻ്റെ മുഖത്തേക്ക് നന്നായി സൺലൈറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ലൈറ്റിലാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. നല്ല സൺലൈറ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഫുള്ള് സൺലൈറ്റാണ്, ആർട്ടിഫിഷ്യലായിട്ടൊന്നുമില്ല. അപ്പോൾ ഫാൻ ഇട്ടിട്ടില്ല, അപ്പോൾ അതിൻ്റേതായ രീതിയിൽ വേർക്കണമുണ്ട്. അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കണം ഞാൻ. ഓക്കെ, നമുക്ക് വീഡിയോ ആണ് ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ പറയാൻ പോകുന്ന കാര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ മിൽക്ക് പ്രൊഡക്ഷൻ കുറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതലും സ്ട്രെസ്, ആൻസൈറ്റി, അതുപോലെ അങ്ങനെയുള്ള കുറച്ച് മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. മിൽക്ക് പ്രൊഡക്ഷൻ കൂടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുവാണെന്ന് പറയും, ഈ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ. ഒന്നാമത് ന്യൂ മോംസിനൊക്കെ സ്ട്രെസ് ആയിരിക്കും, കാരണം നമ്മൾ ഉറക്കം സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇതുവരെ ശീലിക്കാത്ത കാര്യങ്ങളാണ്. അതുപോലെ ഫുഡ് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. പ്രഗ്നൻസി ടൈമിലുണ്ടായിരുന്ന ഫുഡും കാര്യങ്ങളൊന്നും അല്ല ഇപ്പോൾ ഉണ്ടാവാം. അപ്പോൾ അതിനനുസരിച്ച് കുറേ കാര്യങ്ങൾ സ്ട്രെസ്സ് വരും, ഓട്ടോമാറ്റിക്കലി സ്ട്രെസ്സ് വരും. പക്ഷെ നമ്മളത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പഠിക്കണം. പിന്നെയെന്ന് പറഞ്ഞാൽ ആൻസൈറ്റി ആയിക്കോട്ടെ, അതുപോലെ ഒരുപാട് ദേഷ്യപ്പെടലായിക്കോട്ടെ, അതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പഠിക്കാം. ഓക്കെ, അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് കാര്യമാണ്. നമ്മുടെ മെൻ്റൽ ഹെൽത്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഫുഡ് കുറവ് കഴിക്കണമെന്നാണ്. അതായത് വാരി വലിച്ച് ഭക്ഷണം കഴിക്കാമെന്നല്ല, പക്ഷെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു ന്യൂട്രീഷ്യൻസ് അംശമൊക്കെ നമ്മുടെ കുഞ്ഞ് വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നല്ല ക്വാളിറ്റിയുള്ള, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലുള്ള ഫുഡുകൾ കഴിക്കുക, നല്ല ഫുഡുകൾ കഴിക്കുക. വൈറ്റമിൻസും മിനറൽസും ഒക്കെ റിച്ച് ആയിട്ടുള്ള നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ലിക്വിഡ്സിൻ്റെ അളവ് കുറയുന്നത്, ലിക്വിഡ്സ് അത്യാവശ്യം നന്നായിട്ട് ജ്യൂസായിട്ടാണെന്നുണ്ടെങ്കിലും, അതുപോലെ നന്നായിട്ട് വെള്ളം കുടിക്കുക. അതുപോലെ വെള്ളം കുടിക്കുന്നതിനായിട്ട് ഒരു പ്രത്യേകതരം ടെക്നിക്ക് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫീഡ് എടുക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ വെള്ളം കുടിക്കാതെ, ഇപ്പോൾ ആ ഫീഡിങ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് അടുത്ത ഫീഡ് എടുക്കുന്നതിന് മുന്നേ ഒരു 1 ഗ്ലാസ്, വലിയൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് 2 ആണെങ്കിലും 3 ആണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ മാക്സിമം എത്രത്തോളം വെള്ളം ബ്രസ്റ്റ് ഫീഡിങ് ടൈമിൽ കുടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, അത് അത്രയും നിങ്ങളുടെ ബോഡിക്ക് നല്ലതാണ്. കാരണം വെച്ചാൽ നമ്മുടെ കുഞ്ഞ് നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് വലിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു. പോരാത്തതിന് നമ്മൾ ഡീഹൈഡ്രേറ്റ് ആവുന്നുണ്ട്. അല്ലാതെ നമ്മുടെ ബോഡി നമ്മൾ യൂറിനും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. നമ്മുടെ ബോഡിക്ക് വെള്ളം ഭയങ്കര ആവശ്യമാണ്. പിന്നെ നമ്മുടെ സ്കിന്ന് കാര്യങ്ങളൊക്കെ അറിയാം. ആ ഒരു സമയത്ത് നമ്മൾ നീരൊക്കെ വെച്ച് നല്ല ബബ്ലി ഇരിക്കുന്ന ടൈമല്ലേ ഉണ്ടാവുക, നമുക്ക് വെള്ളം ഭയങ്കര അത്യാവശ്യമാണ്. അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് ഇഷ്യൂസാണ്. ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അമ്മമാർക്ക് പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് മെഡിസിൻസ് ഒക്കെ എടുക്കുന്നുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യാം, അത് ഫീഡ് കമ്മിയാക്കുമോ, അത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അതിന് ഡോക്ടർ പറയും. പക്ഷെ എന്നാലും നമ്മൾ അത് ഒന്നും കൂടെ ചെക്ക് ചെയ്യുക. ഉള്ള ഹെൽത്ത് ഇഷ്യൂസ് കാരണം കൊണ്ടൊക്കെ ഫീഡ് കുറയാനുള്ള ഒരു കാരണമാണ്. ഇനി നമുക്ക് ബ്രസ്റ്റ് ഫീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ നോക്കാം. ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടാബ്ലറ്റ്സ് വഴി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് ടാബ്ലറ്റ്സ്.
പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് മെഡിറ്റേഷനൊക്കെ ചെയ്ത് നമ്മൾ നല്ല കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കും. ഓക്കെ, അത് ഭയങ്കര നമുക്ക് റിലീഫ് തരും. നമ്മളെ കുറേ സ്ട്രെസ്സൊന്നും കുറേ എന്താ പറയുക, നമ്മുടെ മൈൻഡ് കുറച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ആവില്ല. ഈ ഫീഡിങ് ടൈം ഒരു 2 വയസ്സൊക്കെ എത്തുമ്പോഴേക്കും 3 വയസ്സിലൊക്കെ എത്തുമ്പോഴേക്കും നമ്മുടെ പ്രഷർ ഇങ്ങനെ കയറിയിട്ട് നമുക്ക് പ്രാന്താവും. ചില ആൾക്കാരുടെ കാര്യം പറഞ്ഞത്, പ്രത്യേകിച്ച് എന്നെ പോലുള്ള ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞാൽ മുരിങ്ങടല ബെസ്റ്റ് സാധനമാണ്. മുരിങ്ങടല എനിക്ക് കഴിക്കാൻ, എനിക്ക് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് കഴിക്കാൻ പേടിയുള്ളൊരു സാധനം മുരിങ്ങടലയാണ്. കാരണം എന്താ വെച്ചാൽ ഇന്ന് രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും പക്ക റിസൾട്ട് ഉണ്ടാകുന്നൊരു സാധനമാണ് മുരിങ്ങടല എനിക്ക് കേട്ടോ. ഇനി ചില ആൾക്കാർക്ക് മുരിങ്ങടല എന്ന് കഴിച്ചു കഴിഞ്ഞാൽ 2-3 ദിവസം റെഗുലറായിട്ട് കഴിക്കും. അതിനുശേഷം എന്തായാലും ഒരു 3-4 ദിവസം ആകുമ്പോഴേക്കും കുറച്ച് മിൽക്ക്, ഒട്ടും ഇല്ലാത്തവരാണെങ്കിലും കുറച്ച് മിൽക്ക് ഉണ്ടാവാതിരിക്കില്ല എന്നാണ് എൻ്റെ ഒരു അസംഷൻ കേട്ടോ. പിന്നെ ചെറുപയർ മുളപ്പിച്ചതില്ലേ, ചെറുപയർ സാധാരണ നമ്മൾ വേവിച്ച് കഴിക്കണതും മുളപ്പിച്ച് കഴിക്കണതും നല്ലതാണ്. അതുപോലെ കറി ലീഫ് കൂടുതലായിട്ട് ഉൾപ്പെടുത്താം. പിന്നെ മറ്റേ ചീരയില്ലേ, ചീര അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ് ഇല്ലേ, അതൊക്കെ നന്നായി കഴിക്കുന്നത് അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഉലുവ നമുക്ക് പായസം വെച്ച് കഴിക്കുമെന്ന് പറയുന്നത് കേട്ടിട്ട് ഞാനൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഉലുവ നമ്മൾ കുറുക്കുണ്ടാക്കി കഴിക്കുക, ഉലുവ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അപ്പോൾ അതൊക്കെ നല്ലതാണ്. ഓക്കെ, നല്ലതാണ്, അതൊരു നല്ലത് തന്നെയാണ്. പിന്നെ ഇത് ഭയങ്കര കയപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നവർ, പിന്നെ വീട്ടുകാരുണ്ടല്ലോ ഭയങ്കര ഫോഴ്സ്ഫുള്ളി നിങ്ങളതിനെ കഴിപ്പിക്കാൻ നോക്കുക. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ കഴിച്ചോളൂ കേട്ടോ. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തല്ല് കിട്ടും. ഓക്കെ, പിന്നെ അങ്ങനെ ഉലുവ കഴിക്കുക. പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്കറികൾ നന്നായിട്ട് കഴിക്കുക, ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കുക. ഇതൊക്കെയാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കഴിക്കേണ്ട കാര്യങ്ങൾ. മുരിങ്ങടല മസ്റ്റാണ് കേട്ടോ, എന്തായാലും കഴിച്ചിരിക്കണം. പിന്നെ ചില ഹോർമോണൽ പ്രശ്നങ്ങൾ കാരണം കൊണ്ട്, ചില അസുഖങ്ങൾ ഉണ്ടാവുക കാരണം കൊണ്ട്, ഈ PCOD ഒക്കെ ഉണ്ടാവുക, അങ്ങനെയൊക്കെ ഉണ്ടാവുക കാരണം കൊണ്ട് ചിലപ്പോൾ ഈ ബ്രസ്റ്റ് മിൽക്കൊക്കെ കുറയാനുള്ള ഒരു കാരണമായിട്ട് അത് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ ഫോർമുല ഫീഡ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക. നിങ്ങൾക്ക് മിൽക്കില്ല എന്നുള്ളത് നിങ്ങളും നിങ്ങളുടെ കുഞ്ഞും നിങ്ങളുടെ കെട്ടിയവരും മാത്രം അറിഞ്ഞാൽ മതി. ബാക്കിയുള്ള നാട്ടുകാരനെ മൊത്തം വിളിച്ചറിയിക്കാൻ വേണ്ടി നിൽക്കണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ നമ്മളതിനെ ഈ സ്ട്രെസ്സ് കയറ്റും എന്നല്ലാതെ അവരെ കൊണ്ടൊന്നും ഒരു ഗുണവും ജീവിതത്തിൽ ഒരു ഗുണം അവരെ കൊണ്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ അമ്മായിയമ്മ ഇവരൊക്കെയല്ലേ, അവരെ നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരുടെ അടുത്ത് മാത്രം വേണമെങ്കിൽ പറയുക. നല്ല മൈൻഡാണെന്നുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. എൻ്റെ ഒരു ഒപ്പീനിയനാണ്. കാരണം നമുക്ക് എത്ര പാലുണ്ടെങ്കിലും അവർ പറയും, അയ്യോ അവൾക്ക് പാലില്ല, കുട്ടിക്ക് പാല് കിട്ടാനില്ല. കുട്ടികൾ കരയുന്നതിന് പല കാരണങ്ങളുണ്ട്. പ്രഷർ കയറി വരും. കുട്ടികൾ കരയുന്നതിന് പല കാരണങ്ങളുണ്ട്. കുട്ടികൾ വിശന്നിട്ട് മാത്രമാണോ കരയുക? കുട്ടികൾക്ക് ശൂശു വെച്ചാൽ കരഞ്ഞൂടെ? കുട്ടിക്ക് വയറുവേദനയുണ്ട് അപ്പിടണമെങ്കിൽ കരഞ്ഞൂടെ? കുട്ടിയുടെ ആ ഒരു തുണി മാറ്റണം എന്നുണ്ടെങ്കിൽ അവർക്ക് കരഞ്ഞൂടെ? പാമ്പർ നിറഞ്ഞിട്ടുണ്ട് അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ കരഞ്ഞൂടെ? അവർക്കൊന്ന് ചൊറിഞ്ഞവർക്ക് മാന്താൻ പറ്റുമോ? ഇല്ല. അതിലവർക്ക് കരഞ്ഞൂടെ? ഒന്ന് കൊതുക് കടിച്ചു, അവർക്ക് നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മളെ കാണുന്നില്ല, അവർക്കൊരു കംഫർട്ട് സോൺ ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കരഞ്ഞൂടെ? കൂടുതലും കുട്ടികളുടെ അടുത്ത് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കാം. കുട്ടികൾ ഉറങ്ങുമ്പോൾ അവരുടെ കൂടെ കടന്നുറങ്ങുക. പ്രത്യേകിച്ച് എൻ്റെയൊക്കെ ഒരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നേരെ ഓപ്പോസിറ്റാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങേണ്ട സമയത്ത് ഞാൻ ഫോണെടുത്തുകൊണ്ടിരിക്കുക ചെയ്യുക. കാരണം ആ ഒരു സമയത്തല്ലേ നമുക്ക് നമ്മുടെ പ്രൈവറ്റ് സ്പേസ് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വീഡിയോയുടെ ലെങ്ത് ഞാൻ കൂട്ടാൻ നിൽക്കുന്നില്ല. ഇതൊക്കെയാണ് ബ്രസ്റ്റ് ഫീഡിങ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇതൊക്കെയാണ് ബ്രസ്റ്റ് ഫീഡിങ്. പിന്നെ ഹസ്ബൻഡിനോട് നന്നായി സപ്പോർട്ട് ചെയ്യാൻ പറയും കേട്ടോ. ഹസ്ബൻഡിനോട് പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. കാരണം അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. നമുക്ക് വലിയ ധാരണ ഉണ്ടായിട്ടാണ് നമ്മൾ പ്രസവിച്ചത് അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരുടെ അടുത്ത് പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ മുതൽ നമ്മളിതൊക്കെ പറഞ്ഞ് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ നമ്മുടെ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അവരുടെ ഭാഗത്ത് നല്ലൊരു സപ്പോർട്ട് ഉണ്ടാവും. അങ്ങനെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പ്രഗ്നൻസി ടൈമും ആഫ്റ്റർ ഡെലിവറി ടൈമൊക്കെ സൂപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ആരുടെ സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്ത് വരച്ച് വരെ പോലെ ആയിരിക്കും. എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ്, വേറെ ഒന്നും വിചാരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നിട്ട് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുള്ളായി, നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻസ് ഒന്ന് കിട്ടിയെന്നുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമൻസ് ഒന്ന് ഇട്ടാൽ, പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി കമൻറ്റിലിടുക. ഇനി ഞാൻ പറഞ്ഞ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഷുവറായിട്ടും എന്നെ
തിരുത്താട്ടോ കമൻസിലൂടെ. കാരണം എന്താ വെച്ചാൽ ഞാനും ഇത്ര വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആളൊന്നുമല്ല, എൻ്റെ ഒരു ഇത് ഞാൻ ഷെയർ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നിട്ട് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. ഞാൻ വീണ്ടും പറയണം, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചാനൽ നല്ലൊരു ചാനലായിരുന്നു, നല്ലൊരു മദർഹുഡ് ചാനലായിരുന്നു. ആ ചാനൽ എൻ്റെ ഇത് കാരണം കൊണ്ട് തന്നെ അത് പോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പുതിയ ചാനലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ബൈ, നമുക്ക് അടുത്ത വീഡിയോ കാണാം.